ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കർണാടക സ്റ്റൈലിലെ ഒരു ഇഡ്ലിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ആ ഇഡ്ലിക്ക് കോമ്പിനേഷനായിട്ട് നല്ലൊരു കർണാടക സ്റ്റൈലിലെ ചമ്മന്തിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഈ ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് നമ്മൾ അരി അരയ്ക്കുകയോ കുതിർക്കുകയോ ഒന്നും വേണ്ട, അരിപ്പൊടിയും വേണ്ട കേട്ടോ. പിന്നെ ഈ ചമ്മന്തി സാധാരണ നമ്മൾ തേങ്ങാ ചമ്മന്തി അല്ല അരയ്ക്കാറ്, അതിൽ നിന്നൊക്കെ മാറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നിലക്കടല വെച്ച് ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലേക്ക് 1/2 കപ്പ് ഉഴുന്നെടുക്കുന്നുണ്ട്. ഈ ഉഴുന്ന് നമ്മൾ അരയ്ക്കുന്നതിൻ്റെ 3 മണിക്കൂർ മുന്നേ നമ്മൾ കുതിരാനായിട്ട് എടുത്താൽ മതി. ഇതുപോലെ ഒരു സ്പൂണിൽ 1/2 സ്പൂണ് ഉലുവ കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഉഴുന്നും ഉലുവയും നന്നായിട്ട് 5-6 പ്രാവശ്യം കൈ കൊണ്ട് തിരുമ്മി കഴുകണം. കഴുകിയിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിത് കുതിരാനായിട്ട് വെക്കണം. ഈ വെള്ളം കൂട്ടിയാണ് നമ്മൾ അരയ്ക്കുന്നത്, അത് കാരണം നന്നായിട്ട് കഴുകി വേണം വെള്ളം ഒഴിച്ച് ഈ ഉഴുന്ന് നമ്മൾ കുതിരാനായിട്ട് വെക്കാൻ. ഇത് കണ്ട നമ്മുടെ ഉഴുന്നും ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ വെള്ളത്തോടു കൂടി നമ്മൾ ഇത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അധികം വെള്ളമില്ലാതെ നമ്മൾ അരച്ചെടുക്കണം. ഇത് പിന്നെ നല്ല നൈസായിട്ട് തന്നെ നമ്മൾ അരയ്ക്കണം. അപ്പോൾ ഇത് അരയ്ക്കുമ്പം അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് ചോറ് കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ അരയ്ക്കാനുണ്ട്. അപ്പം ഞാനൊരു 1/2 കപ്പ് ചോറ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല നൈസായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. ഉഴുന്നും ഉലുവയും നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഏത് പാത്രത്തിലേക്കാണോ നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കാനുള്ള മാവ് റെഡിയാക്കുന്ന ആ പാത്രത്തിലേക്ക് അരച്ച ഉഴുന്ന് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം, അധികം വെള്ളമാകാൻ പാടില്ല, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂടി ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് ഇത് ഇഡ്ഡലി റവ. എല്ലാ കടകളിലും നമുക്ക് മേടിക്കാൻ കിട്ടും ഇഡ്ഡലി റവ. ഞാനിപ്പോൾ ഇത് ഡിമാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ലൂസ് നമുക്ക് മേടിക്കാനും കിട്ടും ഡിമാർട്ടിലൊക്കെ. ഇല്ല കടകളിൽ കൂടെയൊക്കെ 1/2 കിലോയുടെ പാക്കറ്റും 1 കിലോയുടെ പാക്കറ്റും നമ്മൾ ഇഡ്ഡലി റവ എന്ന് പറഞ്ഞ് മേടിക്കണം. അരി കൊണ്ടുണ്ടാക്കിയ ഒരു തരം റവയാണ്, ഇഡ്ഡലി ഉണ്ടാക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു തരം റവയാണിത്. ഇത് നമുക്ക് ഇനി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള റവ എടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കപ്പിന് 3 കപ്പ് ഇഡ്ഡലി റവയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ 3 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് ഈ റവ നന്നായിട്ട് തിരുമ്മി ഒന്ന് കഴുകണം. ഇത് അരി കൊണ്ടുണ്ടാക്കിയ റവയാണ്, അതുകൊണ്ട് കട്ട കെട്ടുവോ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. നന്നായിട്ട് ഇങ്ങനെ വിടുന്നു തന്നെ ഉണ്ടാവും. ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി കഴുകിയിട്ട് നമ്മൾ കയ്യിൽ ഇതുപോലെ എടുത്ത് പിഴിഞ്ഞ് അതിൽ വെള്ളമെല്ലാം കളയണം. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് തിരുമ്മി കഴുകിയിട്ട് നമ്മൾ കൈകൊണ്ടെടുത്ത് അതിനെ പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് ഈ റവ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഒട്ടും തന്നെ വെള്ളമില്ലാതെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇതുപോലെ എല്ലാ റവയും നമ്മൾ കഴുകി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ വെള്ളം ഒട്ടും തന്നെ ഇതിലേക്ക് ചേർക്കുന്നില്ല. ആ റവയ്ക്കകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, ആ വെള്ളം തന്നെ മതി. ഒട്ടും തന്നെ വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. വെള്ളം അധികമായി കഴിഞ്ഞാൽ അത്ര സോഫ്റ്റ് ആകത്തില്ല. ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എടുത്തു കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളുടെ മാവിരിക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് മൂടി നമുക്ക് ഓവർനൈറ്റ് റെസ്റ്റ് ആകാനായിട്ട് വെക്കാം. ഇല്ലെങ്കിൽ ഒരു 7 തൊട്ട് 8 മണിക്കൂർ വരെ നമുക്കിത് വെക്കാം. ഞാനിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് രാത്രിയിലായിരുന്നു മാവൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്നത്. രാവിലെ ആയപ്പോൾ മാവൊക്കെ നന്നായിട്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നല്ലോ, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മാവെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മാവ് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി ഹാർഡായിട്ട് മിക്സ് ചെയ്യരുത്. ഇതുപോലെ പൊങ്ങിയ മാവിനെ ഇതുപോലെ ലൈറ്റായിട്ടേ മിക്സ് ചെയ്യാവുള്ളൂ. ഒത്തിരി നമ്മൾ ഹാർഡായിട്ട് മിക്സ് ചെയ്താൽ ആ മാവ് കുറച്ചങ്ങ് താന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ എണ്ണയൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് മാവൊഴിച്ച് സാധാരണ നമ്മൾ അരിയൊക്കെ അരച്ച് ഇഡ്ഡലി ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് ഒഴിച്ച് കൊടുക്കരുത്, നിറച്ചും ഒരു കുറച്ചിങ്ങനെ നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ട് വേണം. ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അത് മേലത്തെ പാത്രത്തിൽ തട്ടിക്കഴിഞ്ഞാൽ അത്ര ഒരു നല്ല ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതുപോലെ മാവ് ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റീമർ വെച്ചിട്ട് ഒരു 10 തൊട്ട് 15 മിനിറ്റ് നമുക്കത് കുക്ക് ചെയ്യാം.
ഇഡ്ഡലി വേകുന്ന സമയം കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പി കണ്ടു നോക്കാം. ഒരു പാനിലേക്ക് 2 കൈപ്പിടിയോളം നിലക്കടല എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് നമുക്കൊരു 7-8 അല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 വറ്റൽമുളക്, വറ്റൽമുളകിന് പകരം പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ജീരകം ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/2 സ്പൂണ് എണ്ണ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. വറുത്ത ഈ മുളകും വെളുത്തുള്ളിയൊക്കെ അതിലേക്ക് നമ്മൾ വറുത്ത് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന നിലക്കടലയും കുറച്ച് ചിരകിയ തേങ്ങയും ആവശ്യത്തിന് പുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ആ എണ്ണയൊക്കെ എല്ലാം തേങ്ങയിലൊക്കെ ഇതുപോലെ പറ്റുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചാലാണ് ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. എല്ലാം നന്നായിട്ട് അരഞ്ഞാലാണ് ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്ത അതേ പാൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 2-3 സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഒരു ബ്രൗൺ കളറായി കഴിയുമ്പം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ളി ജീരകവും നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിലയും പിന്നെ ഒരു വറ്റൽമുളക് ഇതുപോലെ മുറിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതെല്ലാം നന്നായിട്ടൊന്ന് വറന്ന് കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൽ ആവശ്യത്തിന് ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള ചമ്മന്തി, ദോശയ്ക്കാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇഡ്ഡലിക്കാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണം. അപ്പോൾ മിക്സിയുടെ ജാറൊക്കെ കഴുകി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഇത് തിളയ്ക്കരുത്. ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ചമ്മന്തി എടുത്ത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇതേ പാത്രത്തിൽ ഇരുന്ന് തിളച്ച് കഴിഞ്ഞാൽ അതൊന്ന് നമ്മുടെ വെള്ളം വിട്ട പോലെയാവും. അപ്പം നമ്മൾ ഇങ്ങനെ വരുന്ന നേരത്ത് ഇതുപോലെ എടുത്തിട്ട് ഈ ചമ്മന്തി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇതുകൊണ്ട് നമ്മുടെ സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ വേകാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ഇഡ്ഡലിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പം ഇതുപോലെ നമുക്ക് കൈകൊണ്ട് തന്നെ ഈ ഇഡ്ഡലി എടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ റവ ഇഡ്ഡലി. ഇവിടെ കർണാടകയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ് റവ ഇഡ്ഡലി. അതുപോലെ തന്നെ ആന്ധ്രയിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ അരി അരച്ച് നമ്മളിപ്പോൾ അരി അരച്ച് ഇഡ്ഡലി ഉണ്ടാക്കാറേ ഇല്ല. ഇതുപോലെ റവ ഇഡ്ഡലിയാണ് എല്ലാവരും തയ്യാറാക്കാറ്. നമുക്കിപ്പോൾ മക്കൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൊടുക്കാൻ നേരത്ത് ഇതുപോലെ ഇഡ്ഡലി എടുത്ത് കുറച്ച് നെയ്യ് ചൂടാക്കി അതിൽ ഒഴിച്ച് ചമ്മന്തിയും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.